ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ വീഡിയോസും ഒക്കെ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും ആദ്യം കാണുക. ഇവിടെ 5 ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ കൂട്ടുകാരുടെ പേരെഴുതാനും സ്കൂളിൻ്റെ പേരെഴുതാനും ഡിവിഷൻ എഴുതാനും ഒക്കെയുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൃത്യമായി കൂട്ടുകാർ എഴുതുക. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദി പിക്ചർ. നോക്കിയ കൂട്ടുകാരെ, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് നിറവുമില്ലല്ലോ. അപ്പോൾ കൂട്ടുകാരെന്താ ചെയ്യേണ്ടത്? ടീച്ചർ പറയുന്നത് പോലെ വരച്ചതിന് ശേഷം മനോഹരമായ നിറവും കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ എക്സാമിന് പോകുമ്പോൾ കളർ പെൻസിൽ കൂടെ കൊണ്ടുപോവുക. കൂട്ടുകാരുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. കൂട്ടുകാർക്ക് നിറം കൊടുക്കാനായിരിക്കും കേട്ടോ. അനുയോജ്യമായ നിറങ്ങൾ തന്നെ ഓരോ ചിത്രങ്ങൾക്കും കൂട്ടുകാർ നൽകുക. അടുത്ത് നോക്കിയ ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് അറേഞ്ച്. ലുക്ക് അറ്റ് ദി പിക്ചർ. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, വായിച്ചതിന് ശേഷം അതിനെ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ച പാഠഭാഗത്തിലെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം നോക്കിയതിന് ശേഷം ഇവിടെ അറേഞ്ച് ചെയ്ത് എഴുതണം. Read the sentence and arrange them correctly as in the story by giving number from 1 to 5. On is done for you. ഒന്നാമത്തേത് കൂട്ടുകാർക്ക് തന്നിട്ടുണ്ട്. An ant found the mushroom as a shelter from the rain. ഇനി നമ്മൾ കണ്ടെത്തി എഴുതണം. എഴുതിക്കോളൂ. രണ്ടാമത്തേത്, A mouse asked for help. അടുത്ത തേർഡ്, A sparrow hopped to the mushroom. Fourth, A butterfly came there. Fifth, all the 4 friends sat together under the mushroom. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റേബിറ്റ് ആൻഡ് ദി മങ്കി. റേബിറ്റും മങ്കിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതാം. റേബിറ്റ്, ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ദി റെയിൻ? അടുത്ത മങ്കി അപ്പോൾ ആൻസർ പറയുകയാണ്, യെസ്, ലുക്ക് അറ്റ് മീ, ഐ എം വെറ്റ്. അപ്പോൾ റാബിറ്റ് ചോദിക്കുകയാണ്, നീ മഴയിൽ നനഞ്ഞായിരുന്നു? അപ്പോഴത്തേനും മങ്കി പറയുകയാണ്, അതെ, ഞാൻ നനഞ്ഞു, മുഴുവനായും നനഞ്ഞു. റേബിറ്റ് അടുത്ത് പറയുകയാണ്, ലുക്ക് അറ്റ് മീ, ഐ എം നോട്ട് വെറ്റ്. ഞാൻ നനഞ്ഞിട്ടേ ഇല്ല, എന്നെ നോക്കിയേ. മങ്കി പറയാണ്, ഓ ബട്ട് ഹൗ, എങ്ങനെയാണ് നീ നനയാതിരുന്നത്? റേബിറ്റ് പറയുകയാണ്, ഐ സ്റ്റാൻഡിങ് അണ്ടർ ദി മഷ്റൂം. ഞാൻ എവിടെയാണ് നിന്നത്? മഷ്റൂമിൻ്റെ അടിയിലായിട്ടാണ് നിന്നത്, അതുകൊണ്ട് ഞാൻ നനഞ്ഞതേ ഇല്ല എന്ന് മങ്കിയോട് റാബിറ്റ് പറയുന്നു. അപ്പോൾ കൂട്ടുകാർക്കും ഇതുപോലെ കോൺവെർസേഷൻ അഥവാ സംഭാഷണം എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർ സംഭാഷണം എഴുതാൻ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, ഡിസ്ക്രിപ്ഷൻ. കൂട്ടുകാരുടെ ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്ക്രിപ്ഷൻ. Activity 4, description. What are the changes that the elephant family made for a healthy lifestyle? ഇവിടെ നോക്കിയേ, നമ്മുടെ എലിഫൻറ്റ് ഫാമിലി ഹെൽത്തി ഫാമിലിയാണ്. അവരെങ്ങനെയാണ് ആ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നത്? ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാമോ? എലിഫൻറ്റ് ഫാമിലി ചേഞ്ച്ഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് ടു കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. നെക്സ്റ്റ് നോക്കിയേ, ഡ്രിങ്ക് വാട്ടർ, മേക്ക് എക്സസൈസ് ഡെയിലി. അടുത്ത ആക്ടിവിറ്റി 5, ആഡ് മോർ ലൈൻസ്. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. ഉറപ്പായിട്ടും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആഡ് മോർ ലൈൻസ്. ഇവിടെ നോക്കിയേ, ഒരു കേക്ക് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഹിയർ ഈസ് എ കേക്ക്, ലുക്ക് സോ കളർഫുൾ, ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട്സ് ദി കേക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ലൈൻസ് കൂടെ ആഡ് ചെയ്ത് എഴുതാം. എഴുതിക്കോളൂ. ഹിയർ ഈസ് എ കേക്ക്, ലുക്ക് സോ കളർഫുൾ, സ്റ്റാർസ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട്സ് ദി കേക്ക്. നെക്സ്റ്റ് 4 ലൈൻ എഴുതാം. ഹിയർ ഈസ് എ കേക്ക്,
ലുക്സ് സോ ബ്യൂട്ടിഫുൾ. സ്ട്രോബെറീസ് ഓൺ ഇറ്റ് ഓൾ. ഹൂ വാണ്ട്സ് ദി കേക്ക്? അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്കും എക്സാമിന് ചോദ്യം ചോദിക്കാം. ആഡ് മോർ ലൈൻസ് 4 വരികൾ തന്നിരിക്കും. അതിനുശേഷമുള്ള ഒരു 8 ലൈന് കൂട്ടുകാരെ ആഡ് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 1ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അഥവാ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അതെ, ആഡ് മോർ ലൈൻസ് പഠിച്ചു, ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പഠിച്ചു, പിന്നെ കളർ കൊടുക്കാൻ പഠിച്ചു, പിന്നെ എന്താണ്, കോൺവെർസേഷൻ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർ നന്നായി പഠിച്ചു വെച്ചിരിക്കുക, നന്നായി എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്